ഹലോ ഹായ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സൈക്കോസൊമാറ്റിക് ക്വാണ്ടം ഹീലിങ്ങിനെ പറ്റി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സൈക്കോസൊമാറ്റിക് ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്നത്, സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്, സൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവും മനസ്സും. അപ്പോൾ ഇത് രണ്ടിനെയും വേർതിരിക്കാൻ കഴിയില്ല. ഇത് അന്യോന്യം ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ്. പരസ്പരമായിട്ട് പൂരകങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിനെയും, മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരീരത്തെയും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്നുണ്ട്. ശരീരത്തെ മാത്രം നമുക്ക് ഹീൽ ചെയ്തുകൊണ്ട് പൂർണ്ണമായൊരു സൗഖ്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് മനസ്സിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുന്നുണ്ട് പല രീതിയിൽ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ക്വാണ്ടം ഹീലിംഗ്, ക്വാണ്ടം സയൻസും ക്വാണ്ടം ഹീലിംഗും തമ്മിലുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ എനർജി ഹീലിംഗ് എന്താണ്, ഏതെല്ലാം കാര്യങ്ങൾക്ക് നമുക്കിത് പ്രയോജനപ്പെടുത്താൻ പറ്റും, ഒരു ക്ലയൻറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ ഫീസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനികളുടെ ട്രെയിനിങ് മാനേജറായിട്ടാണ്. പല കോർപ്പറേറ്റ് കമ്പനികളുടെയും ട്രെയിനിങ് മാനേജറായി കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഒരു MSc എടുക്കുകയും അതിനുശേഷം പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റായിട്ട് കുറേ കാലം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ചില വിദേശ ട്രെയിനർമാരുടെ അടുത്തു നിന്ന് ക്വാണ്ടം ഹീലിംഗ്, എനർജി ഹീലിങ്ങിൽ പരിശീലനം നേടുകയും ആ കാര്യങ്ങൾ സൈക്കോളജിക്കൽ ഹീലിങ്ങിൽ പ്രയോജനപ്പെടുത്താനും തുടങ്ങി. പിന്നീടത് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളിലേക്കും കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ സൈക്കോസൊമാറ്റിക് ക്വാണ്ടം ഹീലിംഗ് ആയിട്ട് ഞാനത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ക്വാണ്ടം സയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു മോഡേൺ സയൻസിൻ്റെ ഒരു ഫിസിക്സിൻ്റെ ഒരു രീതിയാണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സാണ്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ചാണ് ക്വാണ്ടം ഫിസിക്സിനുള്ളത്. ഇപ്രാവശ്യത്തെ നൊബേൽ പ്രൈസ്, ഫിസിക്സിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് 3 ക്വാണ്ടം ഫിസിക്സ് സയൻറ്റിസ്റ്റുകൾക്കാണ്. അപ്പോൾ ഇതൊരു സൂഡോ സയൻസ് ഒന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ വളരെ പക്ക ആയിട്ടുള്ള കാൽക്കുലേഷൻസും, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈവൻ മെഡിക്കൽ രംഗത്ത് പോലും ഒരുപാട് മാറ്റങ്ങൾ ക്വാണ്ടം ഫിസിക്സ് കൊണ്ടുവരും. അപ്പോൾ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻസ് അംഗീകരിക്കപ്പെട്ടതാണ്. ഒരുപാട് വളർച്ച ഈ മേഖലയിൽ ഇനിയും വരാനുണ്ട്. അപ്പോൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മാറ്റർ അല്ല യൂണിവേഴ്സിൻ്റെ അടിസ്ഥാനം എന്നാണ്. അപ്പോൾ അതിൻ്റെ തിയറീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ സാധാരണ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഈ എനർജിയാണ് യൂണിവേഴ്സിൻ്റെ അടിസ്ഥാനം. അതായത് ലോകത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എനർജിയാണ്, അല്ലാതെ ആറ്റംസ് അല്ല, അല്ലെങ്കിൽ മാറ്റർ അല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളും ഞാനും ഒക്കെ തന്നെ എനർജിയാണ്. ഇതേ തത്വം തന്നെയാണ് ക്വാണ്ടം ഹീലിങ്ങിൽ ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാം നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എനർജിയാണ്. ശരീരം, മനസ്സ് എന്ന് വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അന്യോന്യം ഇഴകിച്ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനർജി ലെവലിൽ വരുന്ന ഡിസ്റ്റർബൻസാണ് നമ്മുടെ മിക്കവാറും എല്ലാ കാര്യങ്ങളുടെയും പ്രശ്നത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ശരീരത്തെ ചികിത്സിക്കുന്ന സമയത്ത് അത് പരിപൂർണമായിട്ടും ഉള്ളൊരു രീതിയല്ല. നമ്മുടെ മനസ്സിനെയും കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു പരിപൂർണ്ണ സൗഖ്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. ഇപ്പോൾ ശരീരവും മനസ്സും, മനസ്സിനുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ശരീരത്തെയും, ശരീരത്തിനുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇതൊന്നും ആർക്കും കോൺട്രവേഴ്സി ഇല്ലാത്ത കാര്യമാണ്. ഈവൻ ഡോക്ടേഴ്സ് പോലും പറയാറുണ്ട് നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ട്, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അവർ മരുന്ന് തരുമ്പോൾ അത് പരിഗണിക്കാറില്ല. കാരണം പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷേ ഹീലിങ്ങിൽ, എനർജി ഹീലിംഗ് അപ്രോച്ചിൽ നമ്മളിത് രണ്ടിനെയും ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ശരീരത്തിൻ്റെ ഡിസ്റ്റർബൻസ് നമ്മൾ മനസ്സിൻ്റെ ഡിസ്റ്റർബൻസുമായിട്ട് കൂട്ടിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് ഹീലിംഗ് എന്ന് പറയുന്നത്. സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്, സൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന മിക്കവാറും അസുഖങ്ങളൊക്കെ തന്നെ, ക്യാൻസർ ആയാലും സ്ട്രോക്ക് ആയാലും അൽഷൈമേഴ്സ്, സ്കിൻ ഡിസീസസ്, വയറിൻ്റെ പ്രോബ്ലം, കിഡ്നി പ്രോബ്ലംസ് എന്ന് പറയുന്ന മിക്കവാറും അസുഖങ്ങൾക്ക് പിന്നിലൊരു എനർജി ലെവലിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ ലെവലിൽ തന്നെ, ഇമോഷണൽ ലെവലിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എല്ലാ ഹീലിങ്ങും സെൽഫ് ഹീലിംഗ് ആണ് എന്നും പറയാം. അതായത് നമ്മളുടെ ശരീരം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ചേർന്നിട്ടുള്ള ആ സിസ്റ്റമാണ് നമ്മുടെ എല്ലാ
പ്രശ്നങ്ങളും ഹീൽ ചെയ്യുന്നത്. അതിനുള്ള സപ്പോർട്ട് തരികയാണ് ഏത് മരുന്നായാലും, അലോപ്പതി ആയാലും ആയുർവേദ ആയാലും അതിനുള്ള സപ്പോർട്ട് തരുന്നു എന്നുള്ളതാണ് ചികിത്സ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി വീക്കായി കഴിഞ്ഞാൽ നമ്മുടെ രോഗം വരാനുള്ള സാധ്യതയും അതുപോലെ തന്നെ രോഗം വന്നാൽ തന്നെ അത് മാറാനുള്ള സാധ്യത അതിനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഹീലിംഗ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മരുന്ന് കുറച്ചുകൂടി നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ തത്വം. അപ്പോൾ നമ്മുടെ ക്വാണ്ടം ഹീലിങ്ങിൽ ഒരിക്കലും മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഏത് ചികിത്സയായാലും, മാനസികമായാലും ശരീരമായാലും, നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ടേക്കിംഗ് മെഡിസിൻ. ആ മെഡിസിൻ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഹീലിംഗ് ചെയ്യണം. അപ്പോൾ അതിനെക്കൊണ്ടുള്ള ഗുണം നമ്മുടെ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യും, അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് എന്താണോ അതുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ കാര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ക്വാണ്ടം ഫിസിക്സാണ് നമ്മൾ അതിൻ്റെ തത്വമായിട്ട് ഉപയോഗിക്കുന്ന തിയറീസ്. അതിൽ ക്വാണ്ടം ഫിസിക്സിൻ്റെ ചില തത്വങ്ങൾ നോക്കുകയാണെങ്കിൽ ലോ ഓഫ് എൻറ്റാങ്കിൾമെൻറ്റ്, ഒബ്സർവർ ഇഫക്റ്റ്, അതുപോലെ സൂപ്പർ പൊസിഷനിങ്, ഈ തിയറീസ് എല്ലാം തന്നെ ക്വാണ്ടം ഹീലിങ്ങിലും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കോ അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്കോ ഞാൻ പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. അത് മനസ്സിലാക്കേണ്ടവർ യൂട്യൂബിലൊക്കെ അതുപോലുള്ള വീഡിയോസ്, ക്വാണ്ടം ഫിസിക്സിൻ്റെ തിയറീസിനെ പറ്റിയൊക്കെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് മലയാളത്തിലടക്കം അവൈലബിൾ ആണ്, അത് കാണുക. അപ്പോൾ ഈ തത്വങ്ങളെല്ലാം തന്നെ നമ്മൾ ഹീലിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ തത്വങ്ങൾ മാത്രമല്ല നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്, നമ്മൾ യോഗയുടെ തത്വങ്ങൾ ഇതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. യോഗയിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് 7 ചക്രാസാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. മൂലാധാര മുതൽ സഹസ്രദള കമൽ വരെയുള്ള 7 ചക്രങ്ങൾ ആണ് നമുക്കുള്ളത്. ഈ 7 ചക്രങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ഇത് അലൈൻമെൻറ്റ് മിക്കവാറും എല്ലാവർക്കും തെറ്റിക്കിടക്കുകയായിരിക്കും. ഇത് എനർജി സെൻറ്റേഴ്സാണ്. ഇതങ്ങനെ ചക്ര നമുക്ക് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ കാണുന്ന സംഭവമൊന്നുമല്ല. പക്ഷേ ഈ എനർജി സെൻറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കും. മിക്കവാറും നമ്മുടെ ആധുനിക ജീവിതത്തിൻ്റെ രീതിക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ മാറിക്കിടക്കും, തെറ്റിക്കിടക്കുകയായിരിക്കും. അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വാണ്ടം ഹീലിംഗ് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഉള്ളത് ഓറയാണ്. നമുക്കറിയാം എനർജി വീക്കാണെങ്കിൽ നമ്മുടെ ഓറ വീക്കായിരിക്കും. അപ്പോൾ ഓറ വീക്കായിരിക്കും മിക്കവാറും. പ്രത്യേകിച്ച് അസുഖം വന്ന മാനസികമായോ ശാരീരികമായോ ഡിസ്റ്റർബൻസുള്ള എല്ലാ ആൾക്കാർക്കും ഓറ വീക്കായിരിക്കും. അപ്പോൾ ഓറയെ ഒന്നുകൂടി പരിപോഷിപ്പിക്കുക, റിജുവിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹീലിംഗ് ചെയ്യുന്ന മറ്റൊരു കാര്യം. പിന്നെ ചൈനീസ് ട്രഡീഷനിൽ നമ്മൾ പറയുന്ന അക്യുപങ്ക്ചറിൽ വരുന്ന മെറിഡിയൻസ്, പ്രധാനപ്പെട്ട 12 മെറിഡിയൻസിനെയും ബാലൻസ് ചെയ്യാൻ ക്വാണ്ടം ഹീലിങ്ങിലൂടെ കഴിയും. പാശ്ചാത്യ രീതിയിൽ തന്നെ ഒരു ട്രീ ഓഫ് ലൈഫ് ഉണ്ട്, അതും നമ്മൾ ഇതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു എനർജി ഹീലിംഗ് സിസ്റ്റമാണ്. മൊത്തത്തിൽ നമ്മുടെ എല്ലാ എനർജി സെൻറ്റേഴ്സിനെയും ബാലൻസ് ചെയ്യുക. അതിനെക്കൊണ്ട് നമ്മുടെ ഇമോഷണൽ ഡിസ്റ്റർബൻസ്, മാനസികമായിട്ടുള്ള ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒന്ന് ശരിയായി കിട്ടും. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ക്ഷേമം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഒരു അസുഖത്തെയും ചികിത്സിക്കുന്നില്ല, ശാരീരികമായ ഒരു അസുഖത്തെയും ചികിത്സിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ചെയ്യുന്നത് നമ്മുടെ ഹീലിംഗ് കപ്പാസിറ്റി, നമ്മുടെ തന്നെ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് എന്തെല്ലാം വ്യത്യാസം ഉണ്ടാകുമോ ആ വ്യത്യാസങ്ങളാണ് ഉണ്ടാകുക. അത് ഇന്നിപ്പോൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നാളേക്ക് അസുഖം മാറും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. പക്ഷേ മരുന്ന് കുറച്ചുകൂടി നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് വരുന്നതായിട്ടും ഫലിക്കുന്നതായിട്ടുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇനി മരുന്ന് കഴിക്കാത്ത ഒരാളാണെങ്കിൽ പോലും, മരുന്ന് കഴിക്കാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ക്രമേണ നമ്മുടെ ഹീലിംഗ് കപ്പാസിറ്റി വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇനി മാനസികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്ന് പറയുമ്പോൾ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ട്രോമ, പാനിക് അറ്റാക്ക്, OCD, ഫിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളായിട്ട് വരുന്നത്. ഇതിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മാനസികമായ പ്രശ്നങ്ങളും, 2 മാനസികമായിട്ടുള്ള രോഗങ്ങളും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയാണ് നമുക്കറിയാം. ഒന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കൗൺസിലിംഗ് നടത്തിക്കഴിഞ്ഞാൽ അവരുടേതായ ചില മൊഡാലിറ്റീസ് ഉപയോഗിച്ച് കുറേയൊക്കെ വ്യത്യാസം വരുത്താൻ നമുക്ക് കഴിയും. ഇപ്പോൾ സ്ട്രെസ് ആണെങ്കിലും അത്യാവശ്യം ആങ്സൈറ്റി ഇതുപോലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കുറേയേറെ പരിഹാരം കണ്ടെത്താൻ കൗൺസിലിംഗ് സൈക്കോളജിക്കൽ അപ്രോച്ച് മതിയാവും. പക്ഷേ മാനസിക രോഗമായി കഴിഞ്ഞാൽ ഭയങ്കരമായ സ്ട്രെസ്സാണ്, ആങ്സൈറ്റിയാണ്, നമുക്കൊരു കൺട്രോളില്ല. നമുക്ക് നമ്മുടെ മുകളിൽ തന്നെ ഓവർ തിങ്കിങ് ആണ്. ഒരു കൺട്രോളില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മിക്കവാറും ചിലപ്പോൾ നമ്മൾ അത് സൈക്കോട്ടിക് ആയിട്ടുള്ള വിഭാഗത്തിലാണ് വരിക. അപ്പോൾ അതിന് നമ്മൾ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ടാണ് മരുന്ന് കഴിക്കേണ്ടത്. അപ്പോൾ കൗൺസിലിങ്ങും അതുപോലെ തന്നെ സൈക്യാട്രിക് മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയും ഈ 2 കാര്യങ്ങളാണെന്നുള്ളത്. പക്ഷേ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അതാണ് എനർജി ഹീലിംഗ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് നിൽക്കുന്നതാണ്. അതായത് കൗൺസിലിങ്ങിൽ മാറാത്ത കാര്യങ്ങൾ എനർജി ഹീലിങ്ങിലൂടെ മാറും.
എന്നാൽ മരുന്ന് കഴിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് എനർജി ഹീലിംഗ് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് ക്രമേണ ഡോസ് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ എനർജി ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒറ്റയടിക്ക് നമ്മൾ സൈക്കാട്രിക് മെഡിസിൻ അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊരു കൗൺസിലറെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകണം, അപ്പോയിൻമെൻറ്റ് വാങ്ങണം, അയാളെ പോയി കണ്ട് കൗൺസിലിംഗ് എടുക്കണം. അപ്പോൾ ഒരു കൗൺസിലിംഗ് കൊണ്ടൊന്നും നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. 5 പ്രാവശ്യം 7 പ്രാവശ്യം 10 പ്രാവശ്യമൊക്കെ പോകേണ്ടി വരും. എന്നാൽ മാത്രമേ ഒരു വ്യത്യാസം നമുക്കുണ്ടാവും. ഇവിടെയും മിനിമം നമ്മൾ 3 ഹീലിംഗ് ചെയ്യണം. ഏത് കാര്യത്തിനാണെങ്കിലും 3 ഹീലിംഗ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത്ര ഫ്രീക്വൻസി വേണ്ട. ഇനി ഒരു ക്ലയൻറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം. ഹീലിംഗ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. ലോകത്ത് എവിടെയാണെങ്കിലും ഹീലിംഗ് വീഡിയോ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് മാത്രം പോരാ, നമുക്ക് ചില പ്രധാനപ്പെട്ട ആരോഗ്യ ശീലങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. അതിലൊന്നാണ് ഉറക്ക് എന്നുള്ളത്. കാരണം ഇന്നത്തെ കാലത്ത് മിക്കവാറും ആൾക്കാർ ഉറക്കിൽ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം. രാത്രി നല്ല രീതിയിൽ ഉറങ്ങാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ വളരെ വലിയ തോതിൽ ബാധിക്കും. അത് ശാരീരികമായ അസുഖത്തിലേക്ക് വരും. കാരണം ശരീരത്തിൻ്റെ റിപ്പയറിങ് നടക്കുന്നത് മുഴുവൻ തന്നെ രാത്രിയിലുള്ള ഉറക്കിലാണ്. അത് പകൽ ഉറങ്ങിയതുകൊണ്ട് കാര്യമില്ല. 1000-ലേറെ കെമിക്കൽ വർക്ക്സ് നടക്കുന്നുണ്ട് രാത്രിയത്തെ ഉറക്കിൽ. അത് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം നശിക്കും. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഉറക്കിന് ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണെങ്കിൽ ഉറക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാത്രി കിടന്നുറങ്ങണം. നേരത്തെ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഒരു 10 മണിക്കെങ്കിലും ഉറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 4 മണി വരെയെങ്കിലും കിടന്നുറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുക. പകലുറങ്ങിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. രാത്രിയത്തെ ഉറക്കിലാണ് കാര്യമായിട്ടുള്ള ബോഡിയുടെ ഹീലിങ്ങും റിപ്പയറിങ്ങും നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഉറക്ക് തീരെ കിട്ടാത്ത ഒരാളാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ഹീലിംഗ് നമുക്കിവിടുന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഉറക്കിന് വേണ്ടി നമ്മൾ തയ്യാറാവണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സമയത്ത് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഔട്ടിങ്ങിനോ ചാറ്റിങ്ങിനോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനോ TV കണ്ടുകൊണ്ടിരിക്കാനോ ഉള്ള കാര്യങ്ങൾ മുഴുകിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ക്രീൻ ടൈം രാത്രി വളരെയധികം കുറയ്ക്കണം. നമ്മൾ മൊബൈൽ ഫോണായാലും TV ആയാലും മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെ ബാധിക്കുന്നതാണ്. ഉറക്കിനെ ബാധിക്കും. എമിറ്റ് ചെയ്യുന്ന റേസ് നമ്മുടെ ഉറക്കിനെ ബാധിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഉറക്ക് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് രാവിലെ എന്തെങ്കിലും വ്യായാമം ചെയ്യണം. ഒന്ന് നടന്നാലും മതി, നടക്കാൻ പോകണം. രാവിലെ ചെയ്യണം, വൈകുന്നേരമല്ല. രാവിലെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരത്തിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും മെലട്രോണിൻ ഉൽപ്പാദിപ്പിക്കുക. സൂര്യനമസ്കാരം 10 സൂര്യനമസ്കാരം ചെയ്യാൻ പറ്റിയെങ്കിൽ സൂര്യനമസ്കാരം ചെയ്യുക. അപ്പോൾ ഉറക്കിൽ ശ്രദ്ധിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഹീലിങ്ങിൽ വന്നാൽ മതി എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്. ഉറക്കം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള പ്രത്യേക ഹീലിംഗ് നടത്താം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉറക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും കഴിയും. സാധാരണ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് ചാർജ് ചെയ്യുന്ന ഫീസ് മാത്രമേ ഞാൻ എനർജി കൗൺസിലിങ്ങിലും ചാർജ് ചെയ്യുന്നുള്ളൂ, അതായത് ഹീലിങ്ങിനും ചാർജ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. 3 ഹീലിംഗാണ് നമുക്ക് റിക്വയർഡ് ആയിട്ട് വരിക മിനിമം. അപ്പോൾ 3 ഹീലിങ്ങിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2000 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 6000 ആണ്. പക്ഷേ അതൊന്നും നിങ്ങൾ അടയ്ക്കേണ്ട. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തരുന്നത് ഒരു സിൽവർ ക്ലബ്ബ് മെമ്പർഷിപ്പാണ്. ഈ സിൽവർ ക്ലബ്ബ് മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നത്, ഒന്ന് എസൻഷ്യൽ പ്രാണായാമയുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാണായാമ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈവൻ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന നല്ല സേഫായിട്ടുള്ള പ്രാണായാമ നിങ്ങൾ ചെയ്യണം. കാരണം അത് നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രെയിനിങ് പ്രോഗ്രാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വീഡിയോ റെക്കോർഡഡ് വീഡിയോ. അടുത്തതായിട്ട് മുദ്രാസിൻ്റെ ഒരു കോഴ്സുണ്ട്. മുദ്രകൾ എന്ന് പറയുന്നത് പ്രാചീനമായ ഇന്ത്യൻ ട്രഡീഷനിൽ നിന്ന് ഉദിത്തിരിഞ്ഞിട്ടുള്ള ഒരു ഹീലിംഗ് സിസ്റ്റമാണ്. നമ്മുടെ വിരലുകൾക്ക് നമ്മുടെ ഹീൽ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. നിങ്ങൾക്കത് അറിയണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട്, ചെറുവിരൽ പിടിച്ചിട്ട് ഒന്ന് ശ്വസിച്ച് നോക്കുക. അങ്ങനെ ഓരോ ഫിംഗേഴ്സും മാറ്റി മാറ്റി നിങ്ങൾ ശ്വസിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ വിരൽ പിടിക്കുന്ന സമയത്തും അത് ശ്വസനത്തിൻ്റെ രീതി വ്യത്യാസം വരുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ അത് ചെസ്റ്റിലായിരിക്കും, അടുത്ത വിരൽ പിടിക്കുമ്പോൾ അത് വയറിലേക്ക് മാറും, വേറൊരു വിരൽ പിടിക്കുമ്പോൾ അത് ടോട്ടൽ ആയിട്ടുള്ള ശ്വസനമായിരിക്കും വരുന്നുണ്ടാവുക. ഇതിൽ പവർ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തമാണ്. അപ്പോൾ മുദ്രകൾ, നിങ്ങളുടെ ഇഷ്യൂവിനനുസരിച്ചുള്ള മുദ്രകൾ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ BP ആണെങ്കിൽ BPക്ക് വേണ്ട മുദ്രകൾ അതിലുണ്ട്.
ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരുത്താവുന്ന കാര്യങ്ങളാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതിലുണ്ട്, നിങ്ങൾക്കതിൻ്റെ ഒരു കോഴ്സ് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പനോ എന്ന് പറയുന്നൊരു കോഴ്സ് അതിലുണ്ട്. എന്താണെന്നുള്ളത് ആ കോഴ്സ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഉറക്ക്, 2 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. ഇത് 2 നിർബന്ധമാണ്. വളരെ സിമ്പിളാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ. കാരണം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. കൃതജ്ഞത, നന്ദി ഉണ്ടാവുക എന്നുള്ളത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തലേന്നത്തെ പ്രീവിയസ് ഡേയിൽ എനിക്ക് കിട്ടിയിട്ടില്ല, ഏറ്റവും ചെറുതായാലും വലുതായാലും 5 കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ജേണൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബുക്ക് എടുക്കണം. ആ ബുക്കിൽ എനിക്ക് ഇന്ന് കാര്യങ്ങളുണ്ടായി, അതിന് താങ്ക്ഫുൾ ആകുക, കൃതജ്ഞതയോടുകൂടി അതിനെ സ്മരിക്കാൻ തയ്യാറാവണം. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ നിർബന്ധമായിട്ടും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഉറക്കൻ്റെ കാര്യവും അതുപോലെ തന്നെ കൃതജ്ഞത പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ സൂര്യപ്രകാശം, വെള്ളം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ വ്യക്തിയും നമ്മൾ സഹായിക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും, ഈവൻ ഒരു വഴി പറഞ്ഞു തരുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്കത് മനസ്സിലാകാൻ പറ്റണം. ഇതെല്ലാത്തിനും ഉപരി ഫ്രീ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള സപ്പോർട്ട്, അതിനുള്ളൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ട്രെയിനറുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. ഒരു 3 ദിവസം ട്രെയിനർ കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. 15 മിനിറ്റോ 20 മിനിറ്റോ എത്ര വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ആന്തരികമായിട്ടുള്ള ഇന്നർ കണക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സംഭവമാണ്. നമ്മളെപ്പോഴും പുറത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ഇംബാലൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്ന് ഇന്നർ കണക്റ്റ് അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന സംഭവം തന്നെ. സെൽഫ് ലവ്, അവനവനെ സ്നേഹിക്കുക എന്ന് പറയും. എങ്ങനെയാണ് അവനവനെ സ്നേഹിക്കുക? അവനവനായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവനവനെ സ്നേഹിക്കാൻ കഴിയില്ല. ഡ്രഗ്സിനൊക്കെ അടിമയാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവനവനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അങ്ങനെ മൂവ് ചെയ്യും, ആ ഗ്രൂപ്പ് അങ്ങോട്ട് പോകുന്ന അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സ്വാധീനം, പുറത്തുനിന്നുള്ള സ്വാധീനത്തെ നമുക്ക് പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, ഇത് വളരെ സയൻറ്റിഫിക്കാണ്. സയൻറ്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലാബുകളിലും EEG എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. EEG നമ്മുടെ ഹാർട്ട് വേവ് അളക്കുന്ന ECG പോലെ തന്നെ നമ്മുടെ ബ്രെയിൻ വേവ് അളക്കുന്നതാണ് EEG എന്ന് പറയുന്ന മെഷീൻ. ഇത് വെച്ചിട്ട് നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ബ്രെയിൻ വേവ് താഴോട്ട് വരുന്നത് കാണാം. നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്കത് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ബ്രെയിൻ വേവ് കുറച്ച് താഴെ നിൽക്കണം. ഇത് കൂടുതലാകുന്ന സമയത്താണ് സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഡോക്ടർമാർ നമുക്ക് മരുന്ന് തരുന്നത് പൊതുവേ ഈ ബ്രെയിൻ വേവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നാച്ചുറലി തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും മെഡിറ്റേഷനിൽ. അപ്പം കുറച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല, നമ്മൾ ഏകദേശം ആൽഫ ലെവലിനോട് ചേർന്ന് നിൽക്കും. എന്ന് മാത്രമല്ല നമ്മുടെ പെർഫോമൻസ് നന്നായിട്ട് വർദ്ധിക്കും. ജോലി ചെയ്യുന്ന കാര്യത്തിലായാലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിത്തത്തിലൊക്കെ തന്നെ അതിൽ വ്യത്യാസം വരുന്നത് കാണാം. കോൺസെൻട്രേഷൻ നന്നായിട്ട് വർദ്ധിക്കും, എനർജി നന്നായിട്ട് വർദ്ധിക്കും, നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓഫർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് വരുന്ന മെഡിക്കൽ ബില്ല് കാര്യമായിട്ട് താഴോട്ട് വരുന്നതിന് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നത്. ഈ സന്തോഷം എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡിൽ നിന്നാണ് വരുന്നത്. മനസ്സമാധാനത്തിലാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സമാധാനമില്ലേ നമുക്ക് ഹാപ്പിനെസ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പീസ് ഓഫ് മൈൻഡ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. റിലേഷൻഷിപ്പിനെ അത് സ്വാധീനിക്കും, നമ്മുടെ ജോലിയെ അത് ബാധിക്കും, പഠിപ്പിൽ വ്യത്യാസം ഉണ്ടാവും, മൊത്തത്തിലുള്ള നമ്മുടെ ആരോഗ്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ടോട്ടലായിട്ടുള്ളൊരു പ്രാക്ടീസാണ് ഇതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടി വരുന്നൊരു ചാർജ് എന്ന് പറയുന്നത് 5,000 ആണ്. ഇത് വലിയൊരു ഫീസൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ഹൈദരാബാദിലായിരിക്കുന്ന സമയത്ത് അവിടെ വരുന്ന ക്ലയൻസിന് അവിടെ ഒരു മെഷീനുണ്ട്, ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. നേരത്തെ EEG എന്ന് പറഞ്ഞ പോലെ തന്നെ ബയോവെൽ എന്ന് പറയുന്ന ഒരു റഷ്യൻ മെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് അവിടെയുണ്ട്. അത് നമ്മുടെ എനർജിയെ മെഷർ ചെയ്യാൻ പറ്റുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്. ഓരോ ക്ലയൻറ്റിനെ നമ്മൾ ഹീലിങ്ങിന് മുമ്പുള്ള അവരവസ്ഥ നോക്കുകയാണെങ്കിൽ അവരെ ഓറ റീഡ് ചെയ്യാൻ പറ്റും, ചക്രയുടെ ബാലൻസ് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മൊത്തത്തിലുള്ള എനർജി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ അരമണിക്കൂർ ഹീലിങ്ങിന് ശേഷം, ക്വാണ്ടം ഹീലിങ്ങിന് ശേഷം ഇവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവരെ നമ്മൾ ബയോവെല്ല് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ തന്നെ നല്ല വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും.
അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ള സംഭവമല്ല. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന സിൽവർ ക്ലബ്ബ് മെമ്പർഷിപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ ട്രെയിനിങ് ഹീലിംഗ് ഞാൻ 3 പ്രാവശ്യമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ആ 3 പ്രാവശ്യത്തെ ഹീലിംഗിന് 6000 ആണ് റേറ്റ്. പക്ഷേ ഞാൻ ആകെ ഇതിനെല്ലാം കൂടി വാങ്ങുന്നത് 5000 ആണ്. ഈ കോഴ്സുകളെല്ലാം, ഈ കോഴ്സിൻ്റെയൊക്കെ ഏകദേശം റേറ്റ് എന്ന് പറയുന്നത് 2000 റുപ്പീസ് ഓരോ കോഴ്സിനും മാർക്കറ്റ് റേറ്റ് ഉള്ളതാണ്. അങ്ങനെയുള്ള മുദ്രാസ്, പ്രാണായാമ, ഓപ്പനോ, അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ പാക്കേജ്. എല്ലാത്തിനും കൂടിയാണ് 5000. ഇത് റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഹീലിംഗ് എന്തിനു വേണ്ടിയെല്ലാം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ശാരീരികമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അത് ആ ഹീലിംഗ് ഒന്നൊന്ന് ആക്സലറേറ്റ് ചെയ്യുന്നത്, ഒന്നുകൂടി ഒരു സ്പീഡപ്പ് ആകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഏത് തരത്തിലുള്ള അസുഖമായാലും. എനിക്ക് എത്രയോ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ക്യാൻസർ പേഷ്യൻസിൻ്റെ ഹീലിംഗ് ഞാൻ 2017 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസമാണ് അതിനെക്കൊണ്ടൊക്കെ അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ കീമോ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. റിക്കവറി സ്പീഡപ്പ് ആവുന്നുണ്ട്. ഈവൻ 4th സ്റ്റേജിലുള്ള ആൾക്കാർ പോലും റിക്കവർ ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പ്രോമിസ് ഒന്നുമല്ല, ഇതൊക്കെ അനുഭവമാണ്. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾക്ക്, അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. പക്ഷേ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, മരുന്ന് കണ്ടിന്യൂ ചെയ്യണം. ഹീലിംഗ് എന്ന് പറയുന്നത് മരുന്നിൻ്റെ ബദലല്ല. പിന്നെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് എനർജി സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഞാൻ തരുന്നുണ്ട്. സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ഹീലിംഗ് ഉണ്ട്. ഇനി മരുന്ന് കഴിക്കുന്ന ആളാണ്, സൈക്കാട്രി മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഹീലിംഗ് ചെയ്യുക. എന്നിട്ട് ക്രമേണ ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. 14-15 വർഷം സൈക്കാട്രിക് മെഡിസിൻ കഴിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള എല്ലാ എക്സ്പീരിയൻസുകളും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1,00,000 ആൾക്കാരെ ഹീൽ ചെയ്ത് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് എൻ്റെ മിഷൻ ഗോളായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. അതിന് എൻ്റെ കൂടെ നിൽക്കുക. അതിന് വേണ്ടതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇവൻ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്ന് റിവീൽ ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഒരു വോയിസ് മെസ്സേജ് ആണെങ്കിൽ പോലും അത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. അതെനിക്ക് തരിക. അപ്പം ഞാനത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബുദ്ധിമുട്ടുന്ന മറ്റാൾക്കാർക്കും അത് പ്രയോജനപ്പെടും. പക്ഷേ നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോട്ടോയോ വീഡിയോ ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങളുടെ ഒരു വോയിസ് മെസ്സേജ് എനിക്ക് തന്നാൽ പോലും ഞാൻ വളരെയധികം ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആരാണ് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഞാനത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യും. അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും.